എടാ ഡോക്ടറെ, ഞാൻ നിനക്കൊരു ചെറിയൊരു ടാസ്ക് തരാം. അത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ കെൻസോ? അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ആദ്യം ടാസ്ക് എന്താണെന്ന് പറയും. എന്നാ ഞാൻ ടാസ്ക് എന്താണെന്ന് പറയാം ഡോക്ടറെ. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഈ ഇവനെ നീ ഒന്ന് പ്രപ്പോസ് ചെയ്യണം, പറ്റുമോ? അപ്പൊ ഗൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഡോക്ടറിന് കൊടുത്ത ടാസ്ക് ഇതാണ്. അപ്പൊ ഞാൻ കൊടുത്ത ടാസ്ക് ഡോക്ടർ ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ് ചെയ്താൽ മതി കേട്ടോ. ഇത്രേ ഉള്ളൂ കെൻസോ, ഇതൊക്കെ സിമ്പിൾ അല്ലേ? അപ്പൊ എനിക്ക് വേണ്ടി അല്ലെങ്കിലും കെൻസോക്ക് വേണ്ടി ഞാൻ ഈ ഇവനെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഹലോ ഇവൻ, നീ സിംഗിൾ ആണോ? അതെ, ഞാൻ സിംഗിൾ ആണ്. എന്നാ ഇവൻ നിനക്ക് മിങ്കിളാകാൻ താല്പര്യമുണ്ടോ? മിങ്കിളാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഉണ്ട്. ഞാനാണെങ്കിൽ ഇവനെ കണ്ടപ്പോ തന്നെ പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. എനിക്കാണെങ്കിൽ ഇവനെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. ഇവയ്ക്ക് എന്നെ ഇഷ്ടമായോ? കെൻസോ, എന്നോട് ആദ്യമായിട്ടാണ് ഒരാൾ വന്ന് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഡോക്ടറെ എനിക്ക് തന്നെ ഇഷ്ടമായിട്ടോ. അപ്പൊ നിങ്ങൾ ഇത് കണ്ടോ, നമ്മുടെ ഡോക്ടറാണ് ഈ പ്രപ്പോസ് ചെയ്തത്. നമ്മുടെ ഇവരാണെങ്കിൽ അപ്പൊ തന്നെ അക്സെപ്റ്റ് ആക്കി ഗൈസ്. ഒന്നും പറയില്ല, വേറെ ലെവല്. കെൻസോ, ഞാൻ വിചാരിച്ച പോലെ ഇല്ല കേട്ടോ. ഡോക്ടർ സീനാണ് കേട്ടോ, ഒന്നും പറയില്ല. ഡോക്ടറെ എന്നെ ഒന്ന് ഫ്രണ്ട് ആക്കൂടാ. അതിനെന്താ ആവശ്യം? ഞാൻ ഇപ്പൊ തന്നെ ഫ്രണ്ട് ആക്കാലോ. എടാ ഡോക്ടറെ, പിന്നെ നീ ഇതിനു മുമ്പ് ആനിയും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാ? അതേ കെൻസോ, ഞാൻ ഇതിനു മുമ്പ് കുറെ പേര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണല്ലേ എന്നെയും പ്രപ്പോസ് ചെയ്തേ. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇതുപോലെ ആർക്കും പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല ഇവ. പിന്നെ ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്രീ ഫയറിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ കാണുന്നത്. എടാ നീ മാത്രമല്ല അർഷു, ഞാൻ